കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന. നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള എല്ലാ മക്കളുടെയും നിയോഗങ്ങള് ഒരിക്കൽ കൂടി അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അനേകായിരം സാക്ഷികളോട് ചേർത്ത് ആ മക്കൾക്ക് സാക്ഷ്യം പറയാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വിരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട് പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടി ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനെ ദൈവപിതാവിന്റെ കരങ്ങളിൽ ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനും ശക്തീകരിക്കുവാനും ആവശ്യമായിട്ടുള്ള വചനങ്ങള് അച്ഛൻ്റെ അതരങ്ങളിലൂടെ പ്രദാനം ചെയ്യണമേ
ഞങ്ങളിൽ ആന്തരികമായ വലിയ ചലനം ഉണ്ടാകുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. നമുക്കിരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോഴീ ദിവസങ്ങളിലൊക്കെ ആൾക്കാരുടെ കമൻ്റ് എന്നെ കാണുന്നവരൊക്കെ പറയുന്നത് സാക്ഷ്യത്തിൻ്റെ നിലവാരം കൂടി കൂടി വരുന്നെന്നാണ്. 2024 ആയപ്പോൾ നേരത്തെ 2022-23 ഉള്ളതിനേക്കാളും കുറച്ചുകൂടി ഡീപ്പായിട്ട് കുറച്ചുകൂടി കാതൽ ആയിട്ടുള്ള വലിയ സാക്ഷ്യങ്ങൾ സംഭവിക്കുന്നു. സാക്ഷ്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ 2 സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നത്, പിന്നെ അത് 3 ആക്കി, ഇപ്പോഴ് 6 ആക്കിയിട്ടുണ്ട്. അത്രയും സാക്ഷ്യം ഒത്തിരിയും നമ്മുടെ കയ്യിൽ എല്ലാ ദിവസവും A ഗ്രേഡ് സാക്ഷ്യങ്ങൾ വരുന്നതാണ് സാക്ഷ്യങ്ങൾ കൂട്ടാൻ കാര്യം. അല്ല പിന്നെ അതൊരിക്കലും അത് കൂട്ടത്തിലായി പോകും. അതും 25,000 പേര് കാണുന്നുണ്ട് കൂട്ടത്തിലുള്ള ഒരുമിച്ചിടുന്ന സാക്ഷ്യങ്ങളും. ഉടമ്പടിയുടെ സ്ഥിരീകരണം എപ്പോഴും സാക്ഷ്യമാണ്. ഉടമ്പടി മാത്രമല്ല, ഉടമ്പടി എടുക്കുന്നവരുടെ സ്ഥിരീകരണം സാക്ഷ്യമാണ്. ഉടമ്പടിയുടെ സ്ഥിരീകരണം മാത്രമല്ല, ഉടമ്പടി എടുക്കുന്നവരുടെ നിങ്ങളുടെ സ്ഥിരീകരണവും സാക്ഷ്യത്തിലായിരിക്കണത്. ഇതുവരെക്കും നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ചിലർ ഉടമ്പടി ആദ്യത്തെ കാലങ്ങളിലൊക്കെ ഒന്ന് ഉഴപ്പി പതുക്കെ അവിടെ സ്വന്തം സ്വഭാവം കാണിക്കും. തോന്നുമ്പോൾ എഴുന്നേക്കും, അല്ലെങ്കിൽ രോഗി ശുശ്രൂഷകൾ, അല്ലെങ്കിൽ അത് അമ്മയെക്കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് സമയമില്ല അമ്മ പോയി കാണാനൊക്കെ പറയും രോഗികൾ. അങ്ങനെ നിങ്ങളുടെ വീട്ടിലുള്ളവരെ കൊണ്ടൊക്കെ ചെയ്യിക്കും. അതുപോലെ ഈ ഏജൻസികളെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കരുത് നിങ്ങൾ. അത് അമ്മയായാലും ശരി അപ്പനായാലും ശരി. ഉടമ്പടി ഈസ് എ പേഴ്സണൽ ബയലാട്രൽ എഗ്രിമെൻറ്റ്. അത് നിങ്ങളും ദൈവവും തമ്മിലുള്ള. ഇപ്പം തന്നെ ഞാനേ വേറെ കുറേ കാര്യം പറയാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ വന്നപ്പോൾ ബൈബിൾ ഇരിക്കണപ്പോൾ നമുക്ക് ദൈവമേ ഈശോ എന്നാ വരണം നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ ബൈബിളെടുത്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിച്ച് ഓപ്പൺ ചെയ്തപ്പോൾ എന്താ പറഞ്ഞിരിക്കണത്? കാഴ്ചയില്ലാത്ത മൃഗങ്ങളെ നിങ്ങൾ ബലിയർപ്പിച്ചാൽ അത് തിന്മയല്ലേ? കാഴ്ചകളെക്കുറിച്ച് പറയുകയാണ്. ഇപ്പം മലാക്കിയാണ് കിട്ടിയത് 1:8, 1-8 വാക്യം. രോഗം ബാധിച്ചതിനെയും അർപ്പിച്ചാൽ അത് തിന്മയല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടാത്തത് കൊടുത്താലേ. അങ്ങനെ ചെയ്യും ചില ആൾക്കാർ. ഇവിടെ ചെയ്തിട്ടുണ്ടല്ല, നിങ്ങളോട് സാരി അല്ലെങ്കിൽ വസ്ത്രങ്ങൾ തരാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ ശവത്തിന് കൊടുക്കാൻ പറ്റിയ വസ്ത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ നോക്കിയായിരുന്നു, വസ്ത്രങ്ങളൊക്കെ പോയി. ഞങ്ങളാരും കൊടുക്കത്തില്ല, അതെല്ലാം കത്തിച്ച് കളയാൻ പോവുകയാണ്. കൃപാസനം കൊടുക്കുമെങ്കിൽ ഫസ്റ്റ് ഹാൻഡ്, ആദ്യത്തത്, ഏറ്റവും പുതിയത് അതാണ് കൊടുക്കണം. അല്ല നിങ്ങളിട്ട് പഴകി ഒക്കെ സാധനങ്ങൾ കൊണ്ടിട്ടുണ്ട്. അതാണ് കാഴ്ച. അത് ഇപ്പോൾ അതാണ് കർത്താവ് ചോദിക്കുന്നത്, പറ്റിപ്പല്ലേ? നിങ്ങൾ ഉടമ്പടി ഒരു പറ്റിപ്പല്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? കാഴ്ചയില്ലാത്ത മൃഗങ്ങളെ നിങ്ങൾ അർപ്പിച്ചാൽ അത് തിന്മയല്ലേ എന്ന്. നന്മയല്ല, തിന്മയാണ് ചെയ്തിരിക്കുന്നത്. വീട്ടിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഡംപ് ചെയ്തിരിക്കുകയാണ് വലിയ ബാഗിൽ. അപ്പോൾ അവർക്ക് പണി വരുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ആലോചിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ ഇരുന്ന് കർത്താവിൻ്റെ വചനം ഇരിക്കുമ്പോൾ എനിക്ക് വന്ന് ഈശോക്കെന്തോ സംസാരിക്കാനുണ്ടെന്ന് തോന്നിയപ്പോഴും എടുത്തപ്പോഴാണ് മലാക്കി 1:8 കിട്ടിയത്. ശ്രദ്ധിക്കണം കേട്ടോ. അതിങ്ങനെ കാഴ്ചയിൽ മാത്രമല്ല, ഈ ഉടമ്പടി നടപ്പിൽ വരുത്തുന്നതെല്ലാം വളരെ ശ്രദ്ധിക്കണം. ഉടമ്പടി നടപ്പിൽ വരുത്തുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. സജ്ജി പണിക്കൻകുടി പിടിക്കുക, ഒരു ചെറുകിട കർഷകനും റബ്ബറൊട്ട് തൊഴിലാളിയുമാണ്, പാവപ്പെട്ടവനാണ്.
ഞാൻ ഈ പാവപ്പെട്ടവരുടെ ഉടമ്പടി വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സീറോയാണല്ലോ, അവർക്ക് സ്വാധീനമില്ല, ബാങ്കിൽ ചെന്ന ലോൺ കിട്ടത്തില്ല, അവർക്ക് വേണ്ടി വാദിക്കാൻ ആരും ഉണ്ടാകത്തില്ല, പക്ഷെ അവർക്ക് കടങ്ങളൊക്കെ ഇരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഉടമ്പടിയിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും? കാര്യം ഉടമ്പടി രീതി നിങ്ങൾക്കറിയാമല്ലോ. ഉടമ്പടിയിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ പലരും ഒരു 60% ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും സാധാരണ കോമൺ എഡ്യൂക്കേഷൻ കൂടുതലുള്ള ആൾക്കാരും കാര്യങ്ങൾ ബുദ്ധിപരമായിട്ട് പഠിച്ച് വളരെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ ഹാർവസ്റ്റിംഗ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഉടമ്പടിയിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ അത് ഞാൻ എൻ്റെ ഇച്ഛാഭംഗങ്ങളിലൊന്നും ഈ പാവപ്പെട്ടവന് ഇതിൻ്റെ അകത്ത് വല്ല മാർഗമുണ്ടോ? കാര്യം പണ്ട് കൃപാസനം പണ്ട് വളരെ പാവപ്പെട്ടവരുടെ ധ്യാനകേന്ദ്രമായിരുന്നു. ഒത്തിരി ഞാനിപ്പോൾ ഈ 2000-ലൊക്കെ വരുമ്പോഴൊക്കെ വളരെ പാവപ്പെട്ടവർ വരണമായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു ആശ്വാസം കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്നുവെച്ചാൽ എല്ലാത്തിലും സന്തോഷം ഇല്ലെന്നല്ല, പക്ഷേ ഉടമ്പടി ഒരു പാവപ്പെട്ടവന് ചെയ്യാൻ പറ്റണ കാര്യം. ഉടമ്പടിയിൽ ഇപ്പോൾ ജോലിക്കാരൻ രാവിലെ എഴുന്നേറ്റ് വെളുപ്പിനെ 3 മണിക്ക് പോയി റബ്ബർ വെട്ടണം. മത്സ്യത്തൊഴിലാളിയാണെങ്കിലും വെളുപ്പിനെ 3 മണിക്കാണ് കടലിൽ പോണത്. ആ സമയത്തൊക്കെ തണുത്തും വിറച്ചൊക്കെ കടലിൽ പോയി മീന് ഓട്ടം തുടങ്ങുമ്പോൾ തന്നെ ഒരു 12-ാം ഭാഗത്തൊക്കെ എത്തിയാൽ മാത്രമേ 2 മണിക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് മീനുകൾ വരാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ സമൂഹത്തിൻ്റെ അടിസ്ഥാന വർഗ്ഗങ്ങളെന്ന് പറയുന്ന ആൾക്കാർ അവർ ഉടമ്പടിയിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ല. അവർ മിക്കവാറും തോട്ടത്തിലും കാട്ടിലും അതുപോലെ തന്നെ കടലിലും ഒക്കെ ഇരിക്കും. ഞാൻ അവരുടെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ല, അവർക്ക് വാഹനത്തിൽ ഓടിച്ചു പോയി പത്രം എവിടെയെങ്കിലും കൊടുക്കാനുള്ള വാഹനമില്ല. അപ്പം അവരെങ്ങനെ ഈ ഉടമ്പടി ചെയ്യണത്? അതിനല്ല, പത്രം വാങ്ങിക്കാൻ അവർക്ക് പൈസ വേണം. ചെറിയ പൈസയാണെങ്കിൽ അത് വേണമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങളും സ്വസ്ത്രക്കാഴ്ച എടുക്കാത്തതിൻ്റെ കാരണം. അതിൻ്റെ എക്സ്ട്രാ പിന്നെ സ്വസ്ത്രക്കാഴ്ച കൂടി ആകുമ്പോൾ ശരിയാകത്തില്ലല്ലോ. സ്വസ്ത്രക്കാഴ്ച നമ്മൾ എടുക്കത്തില്ലല്ലോ. ഇവിടെ ഒന്നും എഴുതി, സാമ്പത്തികമായിട്ട് ഒരു സാധനം ഇവിടെ എഴുതി വെച്ചിട്ടില്ല, സംഭാവന പോലും എഴുതി വെച്ചിട്ടില്ല. അതിൻ്റെ കാരണം ഈ പാവപ്പെട്ടവനെ ലക്ഷ്യമിട്ടാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ പണിക്കൻകുടിയിൽ നിന്ന് സജി സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. കാര്യം സജിക്ക് കടമുണ്ട്, വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു മലയോര കർഷകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഈ കടങ്ങളിങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് ഒരു പിടിയില്ല. കാര്യം നമ്മൾ മുമ്പിലൊന്നും കാണുന്നില്ല. നമുക്കിപ്പോൾ ശരിക്കണമെങ്കിൽ വസ്തു വിൽക്കാം, അല്ലെങ്കിൽ പണയം വെക്കാം, സ്വർണം പണയം വെക്കാം, വായ്പ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവുക. പ്ലാനിന് പോലും സാധ്യമില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ ഒരു സീറോയാണ് ശരിക്കും. പ്ലാനിന് പോലും നമുക്കൊന്ന് ഒരു പദ്ധതി വിഭാവന ചെയ്യാൻ സങ്കല്പിക്കാൻ പോലും ഒരു സാധ്യതയില്ലാത്ത, സങ്കല്പത്തിന് പോലും സാധ്യതയില്ലാത്ത ഒരു ജീവിതമാണ്. അപ്പോൾ അവർക്ക് ഉടമ്പടിയിൽ എങ്ങനെയാണ് ഉടമ്പടിയിൽ മാതാവ് ഏത് രീതിയിലാണ് അവരെ കാറ്റർ ചെയ്യണത്, അതൊക്കെ എൻ്റെ ഒരു ആധ്യാത്മികമായ ആശങ്കയുടെ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഈ സജി സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ സജി ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ, ഉടമ്പടി എടുക്കണ മുമ്പ് വേറൊരു കൂട്ടുകാരനോട് സംസാരിച്ചപ്പോൾ കൂട്ടുകാരൻ്റെ ഭാര്യ ഇറ്റലിയിൽ പോകണം. അപ്പോഴേ കൂട്ടുകാരൻ പറഞ്ഞു, എടാ ഇനിയുള്ള കാലത്ത് നാട്ടിൽ കിടന്നൊരു കാര്യമില്ല, ഇങ്ങനെയൊക്കെ വല്ലതൊക്കെ ചെയ്താൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ ഡയലോഗ് പറയുകയാണ്. പക്ഷേ കൂട്ടുകാരൻ്റെ ഭാര്യ നേഴ്സാണ്. അപ്പം സജിക്കും വൈഫിനെ എവിടെയെങ്കിലും വിടണമെന്നല്ലാതെ ഒറ്റത്തടി കൊണ്ട് ജോലി ചെയ്ത് കടങ്ങളെ പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയയുമില്ല. അപ്പോൾ ഒരു ഐഡിയയും ഇല്ലാത്തവൻ്റെ ഐഡിയയാണ് ഈ ഉടമ്പടി എന്ന് പറയണത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സജിക്കും തോന്നിയുണ്ട്, ആരെങ്കിലും ഒരാൾ ഇവിടുന്ന് പോയി എവിടെയെങ്കിലും പോയി ജോലി ചെയ്താലേ ഉള്ള കടങ്ങളെ പരിഹരിക്കാൻ, കുഞ്ഞുങ്ങളെ പറ്റി വളർത്താൻ പറ്റത്തുള്ളൂ എന്നുള്ള ഐഡിയ ഉണ്ട്. പക്ഷേ വിദേശത്തൊന്നും പോകാൻ പറ്റത്തില്ല ഈ പറഞ്ഞ പോലെ. കാര്യം വിദേശത്ത് പോകാൻ കുറേ ഡീമെരിറ്റ്സുകളുണ്ട്. ഒന്ന്, സജിയുടെ വൈഫാണ് പോകേണ്ടത്, അവർ നേഴ്സല്ല. 2, അവർക്ക് വിദ്യാഭ്യാസമില്ല. ഇനി നേഴ്സുമല്ല, വിദ്യാഭ്യാസം ഇല്ലെങ്കിലും പിന്നെ എന്താ, അവർക്ക് വയസ്സ് 45 കഴിഞ്ഞതാണ്. അപ്പോൾ നോക്കിയേ, ഇയാളിപ്പോൾ എന്ത് സ്വപ്നം കാണാനാ, എന്താലോചിക്കാനാ?
അയാൾക്ക് സ്വപ്നം കാണാനുള്ളത് ഉടമ്പടി മാത്രമേ ഉള്ളൂ. പക്ഷെ അയാൾ ആ ഉടമ്പടി വന്ന് ഇനി മാതാവ് എന്തെങ്കിലും ചെയ്യട്ടെ, ഞാൻ ചിന്തിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടണില്ല, മാതാവ് എന്തെങ്കിലും ചെയ്യട്ടെന്ന് പറയും. കാരണം നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ടോട്ടൽ സറണ്ടറാണ്. ഉടമ്പടി എന്ന് പറയുന്നത് എന്താ? നിങ്ങൾക്ക് എന്താ സംഭവിച്ചിരിക്കണമെന്ന് അറിയാവോ? നിങ്ങൾ ഇത് ഒരുതരം പോഴൻ കളിയായിട്ട് ഒക്കട്ടെ എന്നുള്ള രീതിയിൽ അത് പതുക്കെ നിങ്ങളതിൻ്റെ അകത്ത് ഊർജം ഇൻവെസ്റ്റ് ചെയ്യണില്ല. ഒരു ചട്ടപ്പടി പ്രോഗ്രാം പോലെ സാമ്പ്രദായിക ഉടമ്പടിയായിട്ട് ഇങ്ങനെ അനുഷ്ഠാന കർമ്മം പോലെ വഴിപാട് പോലെ ആക്കി തീർക്കുകയാണ്. അങ്ങനെ വന്നാൽ ഇത് കത്തത്തില്ല. ഉടമ്പടി അങ്ങനെയുള്ള ഒരു വാദപ്പനി വരുന്ന ആൾക്കാർക്ക്, ആധ്യാത്മിക വാദപ്പനി ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ സംഭവമല്ല ഇത്. വേണ്ടത് സത്യസന്ധതയാണ്. ഉടമ്പടിയിൽ ആദ്യം വേണ്ടത് വിശ്വസ്തത, സത്യസന്ധത, ഇത്രയും സംഭവമാണ് വേണ്ടത്. പിന്നെ ഇത്തിരി സത്യസന്ധത ഇത്തിരി കൂടിയ കുഴപ്പമൊന്നും വരത്തില്ല, അത് നന്മയെ ചെയ്യത്തുള്ളൂ. ഇത്തിരി സത്യസന്ധത ദൈവത്തിൻ്റെ തിരുസന്നിധി കൂടിയെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് നഷ്ടമുണ്ടായാലും അതിൻ്റെ അകത്ത് ഫലത്തിൽ കുഴപ്പമുണ്ടാകത്തില്ല. ഇപ്പം സജി വന്ന് ഉടമ്പടി ചെയ്തു, എന്താ ചെയ്യുന്നത്? എന്താ അതിൻ്റെ ഉദ്ദേശം എന്താണ്? എനിക്കൊരു ഐഡിയയും കിട്ടണില്ല, മാതാവ് എന്തെങ്കിലും മാതാവിൻ്റെ ബുദ്ധിയിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാതാവിന് ടോട്ടൽ സറണ്ടറാണ്. അപ്പോൾ അതായത് നിന്ന് പ്രാർത്ഥിച്ചൊരു മാതാവ്, എൻ്റെ കയ്യിൽ വഴിയൊന്നുമില്ല, വഴിയുണ്ടെങ്കിലും ഒക്കെ ഇതിന് പൈസയും ഇല്ല, ഇങ്ങനെ അതായത് നിങ്ങൾക്കറിയാതെ ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ ഈശോ എന്നോട് പറഞ്ഞിരുന്നത് ഇത് നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഞാൻ അച്ഛനായിട്ട് 38 കൊല്ലമായി. ഉടമ്പടി തരണം 2016. 2017 തൊട്ട് എനിക്ക് നോട്ട് ബൈ മെറിറ്റ് വരാൻ കർത്താവ് ഇങ്ങനെ അടയാളപ്പെടുത്താൻ തുടങ്ങി. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത് Ephesians 2:8 ഒരു ഗോസ്പൽ ഫോർമുലയാണ്. അതെന്ത് വേണ്ടിയാ? അത് നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. മനുഷ്യൻ്റെ നിത്യരക്ഷയില്ലേ, നിത്യതയ്ക്ക് വേണ്ടി ദൈവം കണ്ടുപിടിച്ച ഫോർമുലയാണ്. നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന്. യേശുക്രിസ്തു തന്നെ വിശുദ്ധമായ രക്തത്തെ വീണ്ടെടുക്കപ്പെട്ട നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് വില കൊടുക്കാൻ നമ്മുടെ കയ്യിൽ അതിന് പറ്റിയ ഉരുപ്പടി വിലയില്ല. അപ്പം നമുക്കത് ഈ ജന്മത്തിൽ കൊടുത്തു തീർക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ്? ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപ നമുക്ക് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഫോർമുലയിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് പൗലോസിന് കൈമാറിക്കൊടുത്തത്. രക്ഷ നിങ്ങളുടെ സമീപത്തുണ്ട്, അത് ലഭിക്കണത് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന്. ഉടമ്പടി കാലം വന്നപ്പോൾ കർത്താവ് എന്ത് ചെയ്ത്? നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഫോർമുല അനുദിന ജീവിതത്തിന് വേണ്ടിയാക്കി ആപ്ലിക്കേറ്റ് ചെയ്ത് എനിക്ക് തന്നാണ്. അപ്പോൾ ഞാൻ അന്ന് പോലും സംസാരിക്കാൻ തുടങ്ങി. ഉടമ്പടി വർക്ക് ചെയ്യാൻ പോണതെല്ലാം നോട്ട് ബൈ മെറിറ്റിലാണ്. നിങ്ങളുടെ കഴിവിലല്ല, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലല്ല, നിങ്ങളുടെ ആരോഗ്യത്തിലല്ല, നിങ്ങളുടെ എക്സ്പീരിയൻസിലല്ല, കർത്താവിൻ്റെ കൃപയിലാണെന്ന്. ഞാനത് പറയാൻ തുടങ്ങിയതിന് ശേഷം കർത്താവ് ആ രീതി ഒത്തിരിയേറെ അനുഭവങ്ങൾ തരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി നിത്യതയ്ക്ക് വേണ്ടി മാത്രമുള്ള ജീവിത ഫോർമുലയല്ല ഇത്, അനുദിന ജീവിതത്തിനും ഇത് തന്നെയാണ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. കൃപമതിയേ, കൃപമതിയേ, അളവില്ലാത്ത നിൻ കൃപമതിയേ, 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 അളവില്ലാത്ത നിൻ കൃപമതിയേ, 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 അളവില്ലാത്ത നിൻ കൃപമതിയേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപമതിയേ, കൃപമതിയേ, അളവില്ലാത്ത നിൻ കൃപമതിയേ, 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 അളവില്ലാത്ത നിൻ കൃപമതിയേ. എൻ്റെ
പ്രിയമുള്ളവരെ, നമ്മൾ അഭിഷേക ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുകയാണ്. രോഗസൗഖ്യ പ്രാർത്ഥന ആരംഭിക്കുന്ന സമയമാണ്. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് ഓരോ സമയത്ത് നിങ്ങളെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം. രോഗമുള്ളിടത്ത് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. ശ്രുതിക്കട്ടെ മക്കളെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ്, നിന്റെ തിരുമുറുപാടുന്ന വലത്ത് കരാം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണേ പ്രാർത്ഥിക്കുന്ന സന്ധിബന്ധങ്ങളിലും മാംസപെശുകളിലും രക്തഞരമ്പുകളിലും ശരീരകോശങ്ങളിലും ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പെശുകളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. മാർഗരോഗങ്ങൾ, തീരാവ്യാധികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈ ആരാധനയിലൂടെ യേശുനാമം മഹത്വപ്പെടുവാൻ സദയം തുടരേ. സുഖമായിടും എൻ്റെ ഉള്ളം, അരികിൽ വരേണേ. സദയം തുടരേ. സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിൽ നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഈ ആഴ്ചയിൽ ഉടമ്പടി എടുത്തവരും എടുക്കാൻ പോകുന്നവരും അവരുടെ ജീവിത മണ്ഡലങ്ങളിലെല്ലാം അവർക്ക് വീഞ്ഞില്ല എന്ന് കണ്ണീരോടെ എന്ന വിശ്വാസത്തോടെ ഈശോയോട് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ ദൈവിക മാധ്യസ്ഥത്തിലാണ് ഉടമ്പടി പുലരുന്നത്. അമ്മയെ, പരിശുദ്ധ അമ്മയെ, ജോലിയില്ലാത്തവർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്കട്ടെ മക്കളെ. അമ്മയെ, പരിശുദ്ധമേ, വീടില്ലാത്തവർ പ്രാർത്ഥിക്കുന്ന, വിസ ലഭിക്കാത്തവർ പ്രാർത്ഥിക്കുന്ന, പരീക്ഷ തോക്കുന്നവർ പ്രാർത്ഥിക്കുന്ന, പരീക്ഷ എഴുതാൻ പോകുന്നവർ, ഇൻ്റർവ്യൂ അഭിമുഖീകരിക്കുന്നവർ, യാത്ര ചെയ്യാൻ പോകുന്നവർ, വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ, വിദേശ യാത്രയിൽ കുടുങ്ങിപ്പോയവർ, ജയിലിൽ അകപ്പെട്ട മക്കൾ, പലതരത്തിലുള്ള സാമ്പത്തിക തടസ്സങ്ങളുള്ളവർ, വീട്ട് തടസ്സങ്ങളുള്ളവർ, കർത്താവ് അവരിപ്പോൾ കണ്ണുനീരോടെ ഞങ്ങളുടെ തിരുസേനയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവമേ, എൻ്റെ കർത്താവ്, കുഞ്ഞുങ്ങളില്ലാത്ത പ്രാർത്ഥിക്കുന്നുണ്ട്, വിവാഹമൊത്തോരത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ്, പലതരത്തിലുള്ള ഡൈവേഴ്സ് അവൻ്റെ വക്കിലെത്തിക്കുന്നവരും അതിൻ്റെ കേസ് നടക്കുന്നവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ തിരുമനസ് സ്വീകരിക്കാൻ അവിടെ മനസ്സൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കണ്ണ ചൊരിയട്ടെ. കർത്താവ്, വരുമാനം മുട്ടിപ്പോയവർ ചെയ്തവരുകൊണ്ടിരിക്കുന്ന വരുമാനം മാർഗമില്ലാതെ വിഷമിക്കുന്നവരെ, കർത്താവ്, വീടില്ലാത്തവരെ, എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്ന കർത്താവ് കണ്ണിലൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, അവരെല്ലാം മേലെല്ലാം കർത്താവിൻ്റെ കണ്ണ ചൊരിയട്ടെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കൃപ ചൊരിയുടെ കർത്താവ്, ഭർത്താവ് മരിച്ചുപോയവരെ, ജീവിത പങ്കാളി മരിച്ചുപോയവർ, അകന്ന് താമസിക്കുന്നവർ, മക്കളില്ലാത്തവർ, മക്കൾക്ക് അപകടം പറ്റിയവർ, കർത്താവ്, പലതരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവർ കണ്ണിലൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവ്, നിരപരിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന കർത്താവ്, പലതരത്തിലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളുടെ കേസുള്ളവർ, കർത്താവ്, തടസ്സങ്ങളുള്ളവർ, കർത്താവ്, ലോൺ കിട്ടാത്തവർ, കർത്താവ്, അവരെല്ലാം പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവമേ, എന്ത് ചെയ്യണം, ആര് സഹായിക്കുമെന്ന് അറിയാൻ പാടില്ലാത്ത കർത്താവ്, വിഷമിക്കുന്ന മക്കൾ കണ്ണിലൂടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ. എല്ലാ ജീവിത ദുരിതങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഈശോയെ, നിന്റെ നാമം ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. മുട്ടിൽ നിന്ന് മൗനമായി പ്രാർത്ഥിക്കട്ടെ. മുട്ടിൽ നിന്ന് മൗനമായി പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥനയിൽ വിളിച്ചു പറയാത്ത വിഷയങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കട്ടെ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കട്ടെ.
ഈശോയെ, ഞങ്ങളെ വിലപ്പെട്ടവരാണെന്നുള്ള ആഴമായ വചനബോധ്യം നൽകിയതിന് ഈശോയെ നന്ദി പറയുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അവസരങ്ങളൊന്നും പാഴാക്കാതെ നിത്യതയിൽ ഈശോയെ നിൻ്റെ മുഖം കണ്ട് ആനന്ദിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകിച്ച് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.